ഹസ്തരേഖാശാസ്ത്രത്തിലെ പ്രധാന രേഖകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 16 പ്രധാന രേഖകളാണ് കൈപ്പത്തിയിലുള്ളത്. 1 ആയുർരേഖ, 2 ഹൃദയരേഖ, 3 ബുദ്ധിരേഖ, 4 ഭാഗ്യരേഖ, 5 സൂര്യരേഖ, 6 കങ്കണരേഖ, 7 ആരോഗ്യരേഖ, 8 വിനസ് രേഖ, 9 ശുക്രരേഖ, 10 വിദ്യാരേഖ, 11 തുണരേഖ, 12 വിവാഹരേഖ, 13 സന്താനരേഖ, 14 സരസ്വതി രേഖ, 15 യാത്രാരേഖ, 16 കിരണരേഖ. ഇങ്ങനെ 16 രേഖകളാണ് ഉള്ളത്. ആയുർരേഖയെക്കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. കൈരേഖകളിൽ പ്രധാനപ്പെട്ടതാണ് ആയുർരേഖ. വ്യാഴമണ്ഡലത്തിൽ നിന്നും പുറപ്പെട്ട് രാഹു, കേതു, ശുക്രമണ്ഡലങ്ങളെ ചുറ്റി കങ്കണത്തിൽ അവസാനിക്കുന്ന രേഖയാണിത്. ഇതിന് രോഹിണി രേഖ, ദീപരേഖ, ബ്രഹ്മരേഖ എന്നീ പേരുകൾ കൂടിയുണ്ട്. ആയുർരേഖ വ്യാഴമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ചാൽ സ്ഥാനമാനം, അഭിമാനം, സമ്പത്ത് എന്നിവ കൈവരിക്കുന്നതാണ്. ആയുർരേഖ ചങ്ങല പോലെ കണ്ടാൽ ഞരമ്പ് രോഗം ഉണ്ടാകാൻ ഇടയുണ്ട്. തല്ലിച്ചതച്ചതുപോലെയാണെങ്കിൽ ആരോഗ്യം കുറയുന്നതാണ്. ഈ രേഖ ആഴത്തിലാണെങ്കിൽ അധ്വാനഭാരം കൂടുതലായിരിക്കും. ആയുർരേഖ നക്ഷത്രചിഹ്നത്തിൽ നിന്നും ആരംഭിച്ചാൽ മാതാവിന് ദോഷം. രേഖ തെളിയാതിരുന്നാൽ കടവും ബുദ്ധിമുട്ടുമാണ് ഫലം. ഉത്ഭവസ്ഥാനത്ത് 2 നക്ഷത്രങ്ങൾ ഉണ്ടായാൽ കൂടുതൽ ലൈംഗിക സുഖം അനുഭവിക്കുന്നതാണ്. സ്ത്രീകളുടെ ആയുർരേഖയിൽ ദീപവും ചന്ദ്രമണ്ഡലത്തിൽ വലയും കണ്ടാൽ ഗർഭാശയരോഗമാണ് ഫലം. വിളറിയിരുന്നാൽ മനക്ലേശം കുറയും. ആയുർരേഖയിൽ ദീപം കണ്ടാൽ പ്രേമവിവാഹമായിരിക്കാനാണ് സാധ്യത. ആയുർരേഖ അടുക്കായി കാണപ്പെട്ടാൽ കുട്ടിക്കാലത്ത് രോഗിയായിരുന്നു എന്ന് വ്യക്തം. ഈ രേഖയുടെ ഒരു ഭാഗം വ്യാഴമണ്ഡലത്തിൽ കടന്നാൽ ഉന്നതസ്ഥാനങ്ങൾ ലഭിക്കാനിടയുണ്ട്. അഗ്രഭാഗത്ത് ചതുരചിഹ്നമുണ്ടായാൽ ഉദരരോഗവും, ഡയമണ്ട് ആകൃതി ഉണ്ടായാൽ ധൂർത്തടിക്കുന്ന സ്വഭാവക്കാരനുമായിരിക്കും. ആയുർ ഹൃദയരേഖകൾ ഒന്നിച്ച് പുറപ്പെട്ടാൽ ആയുധങ്ങളാൽ മുറിവ്, അപകടം എന്നിവ സംഭവിക്കാവുന്നതാണ്. അഹങ്കാരികൾക്ക് ഈ രേഖ മുറിഞ്ഞോ മങ്ങിയോ കാണപ്പെടും. ആയുർരേഖയുടെ അവസാനം പെട്ടെന്ന് നിലച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ആയുർരേഖയിൽ നിന്നും മുകളിലോട്ട് ചെറിയ രേഖകൾ അഥവാ വൃദ്ധിരേഖ ഉണ്ടായാൽ ആരോഗ്യം, സമ്പത്ത് എന്നിവ ഫലം നൽകും. ആയുർരേഖ 2ആയി പിരിയുന്നിടത്ത് ചതുരം ഉണ്ടായാൽ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. രേഖയിൽ ത്രികോണം തെളിഞ്ഞു കണ്ടാൽ ശസ്ത്രക്രിയയും, ദീപ്, കുരിശ്, അമ്പ് എന്നിവ ഉണ്ടായാൽ അപകടവുമാണ് ഫലം. ഗുണനചിഹ്നം അംഗവൈകല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വൃത്തം കണ്ടാൽ കൊലയാളിയായേക്കും. ആയുർരേഖകൾ ചേർന്ന് ശുക്രമണ്ഡലത്തിൽ ചതുരം ഉണ്ടെങ്കിൽ കുറ്റവാസനയാണ് ഫലം. ഏകാന്തവാസം, ജയിൽവാസം എന്നിവയ്ക്ക് ഇത് ഇടയാക്കുന്നതാണ്. കുടുംബകലഹങ്ങളോ വൈകാരിക അകൽച്ചയോ ഉണ്ടെങ്കിൽ ആയുർരേഖയിലേക്ക് കുടുംബരേഖ ചേരുന്ന സമയത്ത് അത് മാറിക്കിട്ടുമെന്നാണ് ആചാര്യമതം. തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.